മനുഷ്യൻ അത്രയും തീവ്രമായി ആഗ്രഹിക്കുന്ന ഒന്നിനെ സ്വന്താക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മരണം വരെ മനസ്സ് അപൂർണമായി തുടരും. പകരം അതിനേക്കാൾ മനോഹരമായ എന്തു തന്നെ കിട്ടിയാലും അല്ലെങ്കിലും പകരം എന്ന വാക്ക് തന്നെ വ്യർത്ഥമാണ്. ആർക്കാരാണ് പകരമാവുക? എന്തിനെന്താണ് പകരമാവുക? ഈ ഭൂമിയിൽ ഒറ്റ മനുഷ്യനേ ഉള്ളൂ, എന്നെപ്പോലെ നിന്നെപ്പോലെ. അവിടെയൊന്നും ഇനിയൊരു പകരം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ പകരം എന്ന വാക്ക് ഞാൻ പാടെ ഉപേക്ഷിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് പുസ്തകങ്ങളെക്കുറിച്ചാണ്. കാണാത്ത ലോകം കാണിക്കുകയും കേൾക്കാത്ത ശബ്ദം കേൾപ്പിക്കുകയും ചെയ്യുന്ന മാന്ത്രികരാണവർ. അതല്ലെങ്കിൽ ശരിയാ, പണ്ട് ലാലേട്ടൻ പറഞ്ഞതുപോലെ കുറേ നേരം ഈ ബുക്കൊക്കെ നോക്കിയിരുന്നാൽ നമ്മൾ വായിച്ച കഥാപാത്രങ്ങളൊക്കെ അറിഞ്ഞു വരും. അതെ, വായനയിലൂടെ നിങ്ങൾ നിശബ്ദമായ ഒരു ലോകത്തിലേക്കായിരിക്കും സഞ്ചരിക്കുക. ആരോ ഒരാൾ അധ്വാനിച്ചെഴുതിയ വരികൾ നമ്മളൊന്ന് വായിക്കുമ്പോൾ ഡെഫിനറ്റ്ലി അത് നമ്മളുടെ ജീവിതത്തിലൊരു പോസിറ്റീവ് ഇൻഫ്ലുവൻസ് തന്നെയായിരിക്കും ചെലുത്തുക. ഒരു പുസ്തകവും കാപ്പിയും കിട്ടിയാൽ മതിയാവുന്ന മനസ്സിനെ തോൽപ്പിക്കാൻ ആരാലും എന്തിനാലും ആവില്ല. ശരിയല്ലേ?